വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ ലൈഫ് സ്റ്റൈൽ ഫാഷൻ ഒക്കെ ഇഷ്ടമുള്ളവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഓണമൊക്കെ വരാറായല്ലോ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഓണം ഔട്ട്ഫിറ്റ് നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്യാം. സാരി സെറ്റ് കൊണ്ട് അങ്ങനത്തെ ടൈപ്പ് ഒന്നല്ല, ഒരു കുർത്തിയാണ്. ഇപ്പോൾ സാരി എടുക്കാൻ ഇഷ്ടമില്ല, എന്നാൽ ഓണം വൈബ് വേണം എന്നുള്ളവർക്ക് പറ്റിയൊരു കുർത്തിയാണ് കേട്ടോ ഇത്. അതിന് മുമ്പ് നമുക്കൊന്ന് മേക്കപ്പ് ചെയ്തിട്ട് വരാം. ഞാൻ എപ്പോഴും ചെയ്യുന്ന സെയിം കൈൻഡ് ഓഫ് മേക്കപ്പ് ആണ്, അതുകൊണ്ട് ഞാൻ അതിൽ കാണിക്കുന്നില്ല. പ്രത്യേകിച്ചൊന്നും തന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ചെയ്യാത്തത് കൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഓണം ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതൊരു കുർത്തിയാണ് കേട്ടോ, സൈഡ് സ്ലിറ്റ് ഉള്ള ഒരു കുർത്തിയാണ്. ഞാൻ ഇതിൻ്റെ ഒരു ഷോളും കൂടി ഇടുന്നുണ്ട്. ഒരു ഇങ്ങനത്തെ ഒരു ഷോളാണ് ഞാൻ ഇതിന് കൂടെ പെയർ ചെയ്യുന്നത്. ഷോൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഷോളും കൂടി ഇട്ടാലാണ് ഒരു ഗ്രാൻഡ് ലുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഷോളും പെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. സി, ദിസ് ഈസ് ദ കോസ്റ്റ്യൂം. ഇനി നമുക്ക് ഇതിൻ്റെ ആക്സസറീസും കൂടി നോക്കാം. മുടി കെട്ടാനായിട്ട് ഞാനൊരു സിമ്പിൾ ഹെയർ സ്റ്റൈല് പഠിച്ചു. അതിന് മുമ്പ് നമുക്ക് മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാം. ചുമ്മാ കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കുന്നുണ്ട് തോന്നുന്നല്ലേ. എന്നാലും ഒന്ന് ഒതുങ്ങി നിൽക്കാനായിട്ട് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഓടിച്ച് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള നേരം എനിക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മുടി നോക്കാം. പാർട്ടീഷൻ എടുക്കണം ആദ്യം. അത്ര ഗ്രാൻഡ് സാധനമൊന്നും അല്ല കേട്ടോ, എല്ലാവരും ചെയ്യുന്ന ഒരു നോർമൽ ഹെയർ സ്റ്റൈൽ തന്നെയാണ്. ഒരു പാർട്ടീഷൻ എടുക്കുക. എനിക്കന്ന് അത്ര ഗ്രാൻഡ് സാധനങ്ങളൊന്നും അറിയില്ല. എനിക്കറിയുന്ന സാധനങ്ങൾ ഞാനിങ്ങനെ തിരിച്ചു മറിച്ചു കൊടുക്കും, ഇങ്ങനെ പിരിക്കുക ജസ്റ്റ്. റബ്ബർ ബാൻഡോ ക്ലിപ്പോ എന്തെങ്കിലും കുത്തിയത് സെക്യൂർ ആക്കി വെക്കാം. എന്നിട്ടിത് ബാക്കിലോട്ട് കുത്തി കൊടുക്കാം. ഇതൊന്നും ഇങ്ങനെ ലൂസാക്കി കൊടുക്കാം. ഇനി നെക്സ്റ്റ് സെറ്റ് എടുക്കുക. ഫ്രണ്ടിൽ രണ്ടും കൂടി എടുക്കണ്ടാവും. ഇത് ആൻഡ് ഇവിടെ ഇങ്ങനെ തന്നെ ഫ്രണ്ടിൽ നിന്നും അതും ബാക്കിൽ കൊണ്ട് ക്ലിപ്പ് ഊതി വയ്ക്കാം. അത്രേ ഉള്ളൂ പരിപാടി. കഥ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യാം. ഇങ്ങനെ ഇരിക്കും സംഭവം. കുറച്ച് മുടിക്ക് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടോ ഒന്നല്ലൊരു. എന്നിട്ട് നമുക്ക് ഈ ഒരു ക്ലിപ്പ് കുത്താം. അപ്പോൾ ബാക്കിൽ ഇങ്ങനെ ഓക്കെ, അത്രേ ഉള്ളൂ. ഫസ്റ്റാണ് ഈ കമ്മലിടണോ എന്ന് മിക്കവാറും ഞാൻ ഓക്കെ ഇതിടണോ ഇതിടണോ ഇതിടാല്ലേ. ഓക്കെ, മാല ഇടുന്നില്ല കാരണം ഇതിൻ്റെ കഴുത്ത് കുറച്ച് കയറിയതായ കാരണം എൻ്റെ ഓൾറെഡി ഉള്ളൊരു മാല മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഇടുന്നില്ല. പിന്നെ വളയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ, ഫുൾ കൈ ആയ കാരണം ആ ഒരു ഇഷ്യൂ ഇല്ല. കുറച്ച് മോതിരങ്ങൾ ഇട്ടിട്ടുണ്ട്, അപ്പുറത്തായാലും ഉണ്ട്. ഞാൻ കാട്ടിയാലും ഇതിടാൻ കുറച്ച് പാടാണ്. ആൻഡ് ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. ഇനി നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആൻഡ് ഇത്രയും ഒരുങ്ങി കിട്ടി പോയത് ലെമിയുടെയും ഫവാദിൻ്റെയും കല്യാണത്തിനാണ്. അവർ രണ്ടുപേരും നമ്മുടെ സ്കൂളിൽ പഠിച്ചിരുന്നതാണ്. അവർ 7ാം ക്ലാസ് തൊട്ട് പ്രണയിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇന്ന് അവർ കല്യാണം കഴിച്ചു. നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഞാനൊരു ഫുൾ വ്ളോഗ് ഇട്ടിട്ടുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീക്ക് ഇടാം കേട്ടോ. Bye-bye. See you.